തിന്മ അതെവിടുന്നാണ് വരുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നമ്മളിന്ന് പോകുന്നത് വളരെ പുരാതനമായ ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചുവെച്ച ഒരു കഥയിലേക്കാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്, അല്ലേ? ഈ യുദ്ധങ്ങള്, കഷ്ടപ്പാടുകള്, ഈ ലോകത്തിലെ ദുഷ്ടത, ഇതിന്റെയൊക്കെ തുടക്കം എവിടെയായിരിക്കും? ചിലപ്പോ ഇതിന്റെ ഒക്കെ ഉത്തരം നമ്മൾ ഒരിക്കലും ചിന്തിക്കുപോലും ചെയ്യാത്ത ഒരിടത്തായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരം വരുന്നത് വെറുമൊരു പുസ്തകത്തിൽ നിന്നല്ല. റോമൻ സഭ നശിപ്പിക്കാൻ ഉത്തരവിട്ട നൂറ്റാണ്ടുകളോളം ഈജിപ്തിലെ മണലിൽ ആരും അറിയാതെ ഒളിഞ്ഞിരുന്ന ഒരു പുരാതന ഗ്രന്ഥത്തിൽ നിന്നാണ്. യോഹന്നാന്റെ രഹസ്യപുസ്തകം. ഈ പുസ്തകം പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ തലകീഴായി മറച്ചേക്കാം. അപ്പൊ ശരി, നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഇതെല്ലാം തുടങ്ങുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാന് കിട്ടിയ വളരെ വിചിത്രമായ, അസാധാരണമായൊരു ദർശനത്തിൽ നിന്നാണ്. യോഹന്നാന്റെ മുന്നിൽ ഒരു പ്രകാശരൂപം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു. ആ വാക്കുകളാണിത്: പിതാവ്, മാതാവ്, പുത്രൻ. ഈ 3 വാക്കുകൾ, ഈ ത്രിത്വം നിങ്ങൾ ഓർത്തുവെക്കണം. കാരണം ഇത് വെറുമൊരു വാക്കല്ല. ഈ മുഴുവൻ ഗ്രന്ഥത്തിന്റെയും ആണിക്കല്ല്, അതിന്റെ ഏറ്റവും വലിയ രഹസ്യം ഇതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് നേരെ ആ ജ്ഞാനവാദികൾ വിശ്വസിച്ചിരുന്ന പ്രപഞ്ച സൃഷ്ടിയുടെ ഏറ്റവും തുടക്കത്തിലേക്ക്, ബിഗിനിങ്ങിലേക്ക് പോകാം. എല്ലാത്തിന്റെയും ഉറവിടം എവിടെയാണെന്ന് നോക്കാം. ഇതിനെയാണവർ ഏകൻ എന്ന് വിളിച്ചത്. പരമമായ ശക്തി, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര അപ്പുറത്തുള്ള ഒന്ന്. ഒരു ഗുണങ്ങളുമില്ല, അളവുകളില്ല, പൂർണ്ണതയുടെ ഒരു മൂർത്തീഭാവം. സമയത്തിനും സ്ഥലത്തിനുമെല്ലാം അതീതമായി നിൽക്കുന്ന ഒരു ശുദ്ധമായ പ്രകാശം, ഒരു ചൈതന്യം. അപ്പം നോക്കൂ, പ്രപഞ്ചത്തിലെ ആദ്യത്തെ സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്ന്. അതൊരു ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏകൻ, ആ പരമമായ ചൈതന്യം, ചുറ്റുമുള്ള പ്രകാശത്തിൽ സ്വന്തം പ്രതിബിംബം കാണുന്നു. ആ നിമിഷം, ആ സ്വയം തിരിച്ചറിവിൽ നിന്ന്, ആ പ്രതിബിംബത്തിൽ നിന്ന് ബാർബെല്ലോ എന്ന ആദ്യത്തെ ശക്തി, ദിവ്യമായ സ്ത്രീതത്വം രൂപം കൊള്ളുകയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വശത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ജ്ഞാനവാദത്തിലെ ബാർബെല്ലോ, മറുവശത്ത് ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഫാത്തിമ. രണ്ടും തമ്മിലുള്ള സാമ്യം കണ്ടോ? രണ്ടുപേരും ആദ്യത്തെ ശക്തിയാണ്. രണ്ടുപേരുടെയും പേര് സൃഷ്ടാവ് എന്നർത്ഥം വരുന്ന വാക്കുകളിൽ നിന്നാണ് വരുന്നത്. രണ്ടുപേരും ദിവ്യമായ പ്രകാശത്തിന്റെ പ്രതിഫലനമാണ്. ഇതൊക്കെ വെറുമൊരു കോയിൻസിഡൻസ് ആണോ? അതോ ഒരേ സത്യം 2 വ്യത്യസ്ത വഴികളിലൂടെ വെളിപ്പെട്ടതാണോ? ഈ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നൊരു ശക്തമായ ഹദീസാണിത്. പ്രപഞ്ചസൃഷ്ടിയുടെ തന്നെ കേന്ദ്ര ബിന്ദുവായി ഫാത്തിമീനെ ഇതിൽ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ബാർബെല്ലോ എന്ന ആശയത്തോടെ എത്രമാത്രം ചേർന്നു പോകുന്നുണ്ടെന്ന് നോക്കൂ. അപ്പോ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, അല്ലേ? എല്ലാം പൂർണ്ണമായ ഒരു ലോകം. പക്ഷേ ഇവിടെ വെച്ചാണ് കഥയാകെ മാറിമറിയുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ തെറ്റ്, ഒരു പ്രപഞ്ച പിഴവ് സംഭവിക്കുകയാണ്. എല്ലാം നല്ല ചിട്ടയിൽ, ഒരു ഓർഡറിലായിരുന്നു മുന്നോട്ടു പോയിരുന്നത്. ബാർബെല്ലോ ഓരോന്ന് ചോദിക്കുന്നു, അതിനനുസരിച്ച് ഓരോ പൂർണ്ണമായ ഗുണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ആ ഒരു ശൃംഖലയിൽ ജ്ഞാനം എന്ന അർത്ഥം വരുന്ന സോഫ്യ എന്ന ഒരു ശക്തി ഒരു തെറ്റുവരുത്തുകയാണ്. അപ്പോ എന്തായിരുന്നു സോഫിയയുടെ തെറ്റ്? അവൾ അനുവാദമില്ലാതെ തനിയെ ഒരു സൃഷ്ടി നടത്താൻ ശ്രമിച്ചു. ആരുമായും ആലോചിക്കാതെ ആ ഒരു പൂർണ്ണമായ ക്രമം തെറ്റിച്ചുകൊണ്ട് അവൾ പ്രവർത്തിച്ചു. അതിന്റെ ഫലം ശരിക്കും ഭയാനകമായിരുന്നു. അവൾക്ക് കിട്ടിയത് അപൂർണവും വികലവുമായ, അവളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നിനെയാണ്. അങ്ങനെ സോഫിയയുടെ ആ പിഴവിൽ നിന്ന് ജനിച്ച ആ ഭീകരരൂപം, ഈ കഥയിലെ വില്ലൻ, അവനെ നമുക്ക് പരിചയപ്പെടാം. അവന്റെ പേരാണ് യൽദബവാത്ത്, സിംഹത്തിന്റെ തലയും വ്യാളിയുടെ ഉടലുമുള്ള ഒരു രൂപം. അവൻ ജനിച്ചത് തന്നെ അജ്ഞതയുടെ ഇരുട്ടിലാണ്. അവൻ തന്റെ അമ്മയായ സോഫിയയിൽ നിന്ന് കുറച്ച് പ്രകാശം മോഷ്ടിച്ചു. പക്ഷെ ആ പ്രകാശത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് അവനറിയില്ലായിരുന്നു. സോഫിയ അവനെ പുറത്താക്കിയപ്പോൾ അവൻ ആ മോഷ്ടിച്ച പ്രകാശം വെച്ച് തന്റേതായ ഒരു ലോകമുണ്ടാക്കാൻ തുടങ്ങി. അവൻ സ്വയം പ്രഖ്യാപിച്ച വാക്കുകളാണിത്: ഞാൻ അസൂയാലുവായ ദൈവമാണ്, ഞാനല്ലാതെ വേറെ ദൈവമില്ല. അവന്റെ അജ്ഞതയും അഹങ്കാരവും ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അല്ലേ? കാരണം തനിക്ക് മുകളിൽ ഒരുപാട് വലിയൊരു ലോകമുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നതേയില്ല. യൽദബൌത്ത് യഥാർത്ഥത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മുകളിലുള്ള ആ പെർഫെക്റ്റ് ലോകത്തെ കോപ്പിയടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു മോശം കോപ്പിയായിപ്പോയി. ഇവിടെ നോക്കൂ, പ്രകാശത്തിന്റെ ലോകത്തിനു പകരം അവനൊരു ഭൗതിക ലോകമുണ്ടാക്കി.
പൂർണ്ണരായ ജീവികൾക്ക് പകരം മൃഗങ്ങളുടെ മുഖമുള്ള 7 ഭരണാധികാരികളെയും വർഷത്തിലെ ഓരോ ദിവസത്തിനും ഓരോന്നുവെച്ച് 365 അസുരന്മാരെയും അവൻ സൃഷ്ടിച്ചു. ചുരുക്കിപ്പറഞ്ഞാൽ പൂർണ്ണതയുടെ ഒരു വികലമായ ഇരുണ്ടൊരു പകർപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം അനുസരിച്ച് നമ്മുടെ ഈ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത്? ആരായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശില്പികൾ? നമുക്ക് നോക്കാം. യെൽദബവോത്തും അവന്റെ ഭരണാധികാരികളും മുകളിൽ ആ പ്രകാശലോകത്തുള്ള പൂർണ്ണമനുഷ്യന്റെ പ്രതിരൂപം കണ്ടു. അതുകണ്ട് അസൂയത്തോണി അവർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തി. നമുക്ക് ദൈവത്തിന്റെ രൂപത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. അങ്ങനെ 7 ശക്തികളും ചേർന്ന് അസ്ഥി, ഞരമ്പ്, മാംസം, മജ്ജ, രക്തം, തൊലി, മുടി എല്ലാം സംഭാവന ചെയ്തു. ഓരോ അവയവവും ഓരോ സന്ധ്യയുമുണ്ടാക്കാൻ അസുരന്മാരുടെ ഒരു വലിയ സൈന്യത്തെ തന്നെ നിയമിച്ചു. അങ്ങനെയാണ് ഈ ഭൗതിക ശരീരം ഉണ്ടാക്കിയത്. ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം വരുന്നത്. നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകളുടെ ഉറവിടം എവിടെയാണെന്നുള്ള വെളിപ്പെടുത്തൽ. ഇവിടെ നോക്കൂ. ഈ ശരീരം നിർമ്മിച്ചത് 4 പൈശാചിക ഗുണങ്ങൾ കൊണ്ടാണ്. ചൂട്, തണുപ്പ്, വരൾച്ച, നനവ്. ഇവയിൽ നിന്നാണ് നമ്മുടെ 4 പ്രധാന വികാരങ്ങളുണ്ടാകുന്നത്. സുഖം, ആഗ്രഹം, ദുരിതം, പിന്നെ ഭയം. ഈ 4 വികാരങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കഷ്ടപ്പാടുകളും വരുന്നത്. അസൂയ, ദുഃഖം, കോപം, ലജ്ജ എല്ലാം. അതായത് ഈ കഥയനുസരിച്ച് നമ്മുടെ ദുരിതങ്ങളെല്ലാം നമ്മുടെ ഈ ശരീരത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന ഒരു സംഭവം നടക്കാണ്. അങ്ങനെ 100 കണക്കിന് അസുരന്മാർ ചേർന്ന് മാനസികവും ഭൗതികവുമായ ഈ ശരീരം പൂർത്തിയാക്കി. എന്നിട്ടും അത് വെറുമൊരു ശില പോലെ നിശ്ചലമായി അനക്കമില്ലാതെ കിടന്നു. എന്തോ ഒന്ന് അതിൽ കുറവായിരുന്നു. ആ അസുരന്മാർക്ക് നൽകാൻ കഴിയാത്ത എന്തോ ഒന്ന്. അപ്പൊ ഈ ജ്ഞാനവാദ കഥ നമ്മളെ കൊണ്ടു നിർത്തുന്നത് ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും നമ്മുടെ ഈ ശരീരവും ഒക്കെ ഉണ്ടാക്കിയത് അജ്ഞാനനായ, കേടുപാടുകളുള്ള ഒരു ദൈവമാണെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ്? നമ്മുടെ ഈ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇതെല്ലാം ഒരു പ്രപഞ്ചപ്പിഴവിന്റെ ഫലമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലോകം എവിടെയായിരിക്കും? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു.